മുത്തങ്ങ ഭൂസമരത്തിനെതിരെ ഉണ്ടായ പോലീസ് നടപടിയിൽ കൊല്ലപ്പെട്ട ജോഗിയുടെ പേരിൽ വ്യാപക പണപ്പിരിവെന്ന ആരോപണവുമായി ആദിവാസി ഗോത്ര മഹാസഭ. JRP മുൻ സംസ്ഥാന ട്രഷറർ പ്രസീത അഴീക്കോടിന്റെ നേതൃത്വത്തിലാണ് പണപ്പിരിവെന്നാണ് പരാതി. സാമ്പത്തിക തട്ടിപ്പാണ് ലക്ഷ്യമെന്നും അന്വേഷണം വേണമെന്നും CK ജാനു, M ഗീതാനന്ദൻ എന്നിവർ ആവശ്യപ്പെട്ടു. മുത്തങ്ങ ഭൂസമരത്തിന്റെ മുൻപന്തിയിൽ നിന്നിരുന്ന ആദിവാസി ഗോത്ര മഹാസഭയോ കൊല്ലപ്പെട്ട ജോഗിയുടെ കുടുംബമോ അറിയാതെയാണ് ജോഗി സ്മൃതി മണ്ഡപത്തിനായി പണം പിരിക്കുന്നതെന്നാണ് പരാതി. ഭൂസമരവുമായി പ്രസീത അഴീക്കോടിന് യാതൊരു ബന്ധവുമില്ലെന്നും പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തിനായി ജോഗിയെയും സ്മൃതി മണ്ഡപത്തെയും ഉപയോഗിക്കുകയാണെന്നും ഗോത്രമഹാസഭാ നേതാക്കൾ ആരോപിച്ചു. ശരിക്കും ആദിവാസികളെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു ഇടപെടലാണ് ശരിക്കും നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഇത്രയും കാലമായിട്ട് ഈ ജോഗിയണ്ണൻ്റെ ഒരു പോസ്റ്റർ വെച്ചിട്ട് അതിൻ്റെ പേരിൽ ഒരു 10 പൈസ പിരിവെടുത്ത് ചായ കുടിക്കുന്ന അത്തരം ഒരു സമീപനം ഇന്ന് വരെ ഞങ്ങൾ ചെയ്ത്. അത് ആദിവാസികളുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല. ഒരു ആദിവാസിൻ്റെ മരണപ്പെട്ടാൽ അത് വിറ്റ് കാശാക്കുക എന്നുള്ളത്. ജോഗിയുടെ ഫാമിലി ആയിട്ടൊന്നും തന്നെ യാതൊരു ആലോചന നടന്നിട്ടില്ല. ജാനു, ഞാനാണെങ്കിലും ഞങ്ങളൊക്കെ ആയിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഇൻട്രാക്ഷനും ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടില്ല. ചാലിഗദ്ദ ഊർ നിവാസികളോ ജോഗിയുടെ കുടുംബമോ ഇക്കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ലെന്ന് ജോഗിയുടെ മകൻ ശിവനും ചൂണ്ടിക്കാട്ടുന്നു. സ്മാരകം പണിയുമെന്നാണ് പണപ്പിരിവ് നടത്തുന്നത്. അതായത് ജോഗിയുടെ കുടുംബമൊന്നും അറിയാതെ, ഗോത്രസഭ അറിയാതെ, ഈ സമരത്തിൽപ്പെട്ട ആൾക്കാർ ഒന്നും അറിയാതെയാണ് ഈ പണപ്പിരിവ് നടത്തുന്നത്. അനധികൃത പണപ്പിരിവിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ഗോത്രമഹാസഭയുടെ തീരുമാനം. അതേസമയം ആരോപണങ്ങൾ പ്രസീത അഴീക്കോട് നിഷേധിച്ചു. ആർക്കും സ്മൃതി മണ്ഡപം നിർമ്മിക്കാമെന്നും ജോഗി ഗോത്ര സമൂഹത്തിന്റെ പൊതുസ്വത്താണെന്നും പ്രസീത അഴീക്കോട് 24 പറഞ്ഞു. സ്മൃതി മണ്ഡപ നിർമ്മാണവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നും അവർ വ്യക്തമാക്കി. 24 വയനാട്.